കാരണം ഇന്ന് ആശാവർക്കർമാരുടെ സമരം 81 ദിവസത്തിലേക്ക് പ്രവേശിക്കുക. ഇന്നും ഇവരാവശ്യപ്പെട്ട യാതൊരു കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അവസാനം ആശമാര് പറഞ്ഞത്, നിങ്ങൾ വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചോ, 3 മാസം മറ്റെടുത്തോ, പക്ഷേ ഒരു 3000 രൂപയെങ്കിലും ഞങ്ങൾക്ക് കൂട്ടിത്തരണമെന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പൈസ പോലും കൂട്ടിത്തരും. പണ്ട് നമ്മുടെ പുരാണത്തിലുണ്ട്, കൗരവന്മാരോട് ശ്രീകൃഷ്ണൻ ദൂത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു 5 രാജ്യം നൽകണം, സാധ്യമല്ല എന്ന് പറഞ്ഞു. 5 ദേശം നൽകണം, അതും സാധ്യമല്ല. എന്നാൽ 5 വീട് നൽകണം, അതും സാധ്യമല്ല. അവസാനം ദുര്യോധനൻ പറഞ്ഞു, സൂചി കുത്താൻ ഞാൻ ഇടം നൽകി. ഏതാണ്ട് അതിനെ അനുസ്മരിക്കുന്ന വർത്തമാനമാണ് പിണറായിയിൽ നിന്ന് വന്നത്. ഒരു പൈസ പോലും കൂട്ടിത്തരും. പക്ഷെ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളുടെ കണ്ണുനീരിൽ സാമ്രാജ്യങ്ങൾ ആടി ഉലഞ്ഞ ചരിത്രം അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വാസമില്ല, പക്ഷേ പുരാണങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പോലും ഇപ്പൊ പാഞ്ചാലിയുടെ കണ്ണുനീരിലാണ് കൗരവരുടെ രാജ്യം തകർന്നുപോയത്. 101 മക്കൾ മരിക്കുന്ന കണ്ട ഗാന്ധാരിയുടെ ശാപത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പുരാണങ്ങൾ എടുത്താലും ചരിത്രം പരിശോധിച്ചാലും സ്ത്രീകളുടെ കണ്ണീരിന് മുമ്പിൽ ഭരണകൂടങ്ങൾ തകർന്നടിഞ്ഞ ചരിത്രമാണ് നമ്മുടെ രാജ്യത്തും ലോകത്തൊക്കെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും ധാർഷ്ട്യം വെടിഞ്ഞ് മുഖ്യമന്ത്രി ഈ സമരം തീർപ്പാവാൻ ശ്രമിക്കണം. ഇപ്പോൾ അദ്ദേഹം വളരെ തിരക്കിലാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം, സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ പറയുമ്പോൾ 2 പേരുടെ കണ്ണീര് വിടുന്നുണ്ട്. ആശമാരുടെ കണ്ണീര് മാത്രമല്ല, അതോടൊപ്പം ആ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരും. അവർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രഖ്യാപിച്ച 450 കോടിയുടെ പാക്കേജ് പോലും നടപ്പായില്ല. അപ്പൊ ഒരു ഭാഗത്ത് ആശമാരുടെ കണ്ണീർ, മറുഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീർ. ഈ കണ്ണീരിനിടയിൽ നിങ്ങൾ എത്ര തുറമുഖം പെടുതാലും അതിനൊന്നും നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള മെച്ചം ഉണ്ടാവില്ല എന്ന് മാത്രമാണ് പറയാം. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ പറഞ്ഞ 81 ദിവസത്തിലേക്ക് കിടക്കുക. നിങ്ങൾ വിചാരിച്ചത് ഒരു 10-30 ദിവസം കഴിഞ്ഞതൊക്കെ ഇട്ടെറിഞ്ഞു പോകുന്നതാണ്. പക്ഷെ അങ്ങനെ ഇട്ടെറിഞ്ഞു പോകുന്നവരല്ല ആശാന വർക്കർമാരെന്ന് ഇന്നെങ്കിലും ഈ തൊഴിലാളി ദിനത്തിൽ എങ്കിലും മുഖ്യമന്ത്രി ഒരു പുനർചിന്തനം നടത്തണം. അല്ലെങ്കിൽ ഈ ആശമാരുടെ കണ്ണീരിന്റെ ശാപത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കണ്ണീര് കൊണ്ടാണ് സ്വന്തം മകൾക്ക് പോലും ഇപ്പൊ ആപത്ത് വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് മകൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ദുഃഖമുള്ളൂ. ബാക്കിയുള്ള സ്ത്രീകളെ ഒന്നും അദ്ദേഹം സ്ത്രീകളായിട്ട് അംഗീകരിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. മാത്രമല്ല, സമരം ചെയ്യുന്നവരെ ചീത്ത പറയുന്ന ഒരു സംസ്കാരം അദ്ദേഹത്തിന് കാണും. സാധാരണ സമരങ്ങൾ ചെയ്യുമ്പോൾ സമരങ്ങൾ ചിലത് ജയിക്കാറുണ്ട്, ചിലത് പരാജയപ്പെടാറുണ്ട്. പക്ഷേ സമരത്തിനോട് ഇത്രയും മോശമായൊരു സമീപനം ആദ്യമായിട്ടാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും. ഏതായാലും ഈ തൊഴിലാളി, ഞാൻ ഒരിക്കൽ കൂടെ അദ്ദേഹത്തിനോട് പറയുന്നു, തൊഴിലാളി ദിനത്തിലെങ്കിലും പുനഃപരിശോധിക്കുക. അല്ലെങ്കിൽ കൂടുതൽ ശാപങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. അപ്പൊ അങ്ങയുടെ പാർട്ടിയിലെ സ്ത്രീകളുടെ വരെ ശാപമുണ്ട്, ശ്രീമതി ടീച്ചറുടെ വരെ ശാപം ഏതാണ്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ മകളും ഭാര്യ വെച്ച് എല്ലാവരുടെയും ശാപം മുഖ്യമന്ത്രിക്ക് കിട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഈ നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. Subscribe to One India and never miss an update.